ഹായ് എവ്രി വൺ. സോ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് പൈൽ 1 പൈൽ 2 ആണ്. ജസ്റ്റ് 1 2 എൻ്റെ കയ്യിൽ പ്രത്യേകിച്ച് വെക്കാനായിട്ടൊന്നുമില്ല, ബാക്കി വേണമെങ്കിൽ ഇങ്ങനെ വയ്ക്കാം. സോ പൈൽ 1 ആയിട്ട് നമുക്ക് ഈ ഒരു കളർ ക്ലിപ്പ് നമുക്ക് പറയാം. പൈൽ 2 ആയിട്ട് ഗ്രീൻ ക്ലിപ്പാണ്. ഓക്കെ, വേഗം തന്നെ റീഡിങ് ചെയ്യാം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു 2 കമൻറ്റ് വന്നു, ലൈക്ക് കുറച്ച് അധികം സംസാരിക്കുന്നു, ബോറടിപ്പിക്കുമെന്ന്. ഐ എം സോറി, അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ സോറി. കാരണം കുറേ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്ലയൻസസ് ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും രീതിയിൽ എനിക്ക് എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. ഓക്കെ, ഞാൻ മാക്സിമം ശ്രമിക്കാം, ഷോർട്ടായിട്ട് പറയും. ഓക്കെ, ഇപ്പോൾ പൈൽ 1 ഈ ഒരു കളർ ക്ലിപ്പാണ്. ഒരു പിങ്ക് കളർ പറയാം നമുക്ക്. അപ്പോൾ ഈ പൈൽ 1 ചൂസ് ചെയ്യുന്നവർക്ക് ഇത് ക്വസ്റ്റ്യൻ പറഞ്ഞില്ല അല്ലേ? ക്വസ്റ്റ്യൻ കറൻറ്റ് ഫീലിങ്സ് ആണ്. ഇന്നും കറൻറ്റ് ഫീലിങ്സ് ആണ് കമൻറ്റിൽ വന്നത്. ഒന്നും കൂടി ചെയ്യാൻ പറഞ്ഞപ്പോൾ നിങ്ങളുടെ പേഴ്സണിൻ്റെ കറൻറ്റ് ഫീലിങ്സ് ആൻഡ് അവർക്ക് നിങ്ങളോട് ജെന്യുവിൻ ആണോ റിലേഷൻഷിപ്പ്, ഈ ഒരു കാര്യം നോക്കാം. ഓക്കെ, ഷോർട്ടായിട്ട് വേഗം തന്നെ നമുക്ക് നോക്കാം. യൂണിവേഴ്സ് സ്പിരിറ്റ്സ് ഏഞ്ചൽസ് കറക്റ്റായിട്ടുള്ള ഗൈഡൻസസ് തരും. എന്താണ് ഈ കാണുന്ന പ്രേക്ഷകർ? ഇപ്പോൾ കറൻറ്റ് ഫീലിങ്സ് ഓഫ് ദ പാർട്ട്ണർ എന്ന് പറയുന്നത് ചിലപ്പോൾ മെയിലായിരിക്കാം, ഫീമെയിൽ ആയിരിക്കാം. അത് നിങ്ങൾക്ക് എങ്ങനെയാണോ വരുന്നത് അതിനനുസരിച്ച് എടുക്കുക കേട്ടോ. ഓക്കെ, ഇപ്പോൾ കാർഡ്സിൽ മെയിലാണ്, ഫീമെയിൽ കാർഡാണ് കൂടുതൽ വരുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് കാർഡ്സിൽ എന്താണോ വരുന്നത് അതാണ് പറയാൻ സാധിക്കുക. ഞാൻ നിങ്ങൾക്ക് കാണാറില്ല, ഷഫിൾ ചെയ്തിട്ടാണ് കാർഡ്സ് കിട്ടാറ്. ഓക്കെ, ഇപ്പോൾ കാർഡ് വീണു, അല്ലാതെ ഞാൻ നോക്കി വെച്ച് എടുക്കണതല്ല, ഷഫിൾ ചെയ്യുമ്പോൾ കിട്ടുന്ന കാർഡ്സാണ് എടുക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് പൈലിൻ്റെ കാർഡ്സ് സൺ കാർഡാണ്. ഒരു 3 കാർഡ്സ് എടുക്കാം, അത്ര മതി. 5 ഓഫ് കപ്സ് റിവേഴ്സാണ് ആൻഡ് പേജ് ഓഫ് വാൻസ് ഉണ്ട് പൈൽ 1ൻ്റെ. ബോട്ടം ഡബിളാണ്. ഓക്കെ, അപ്പോൾ അവരുടെ കറൻറ്റ് ഫീലിങ്സ് നോക്കുകയാണെങ്കിൽ അവർ നല്ലൊരു ഹാപ്പി മൊമെൻറ്റിലാണ് ഇരിക്കുന്നത്. മീൻസ് ഹാപ്പി ആവാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് ഈ നിമിഷം. പേജ് ഓഫ് വാൻസ് ആണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻസോ ഗുഡ് ന്യൂസസോ മെസ്സേജസോ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ഫയറി ആക്ഷൻസ് ആണ്, കുറച്ച് ചടുലമായിട്ടുള്ള ഒരു ആക്ഷൻസ് ഒക്കെ എടുക്കുന്നുണ്ട്. അവർക്ക് 5 ഓഫ് കപ്സിന്ന് റിവേഴ്സ് വന്നത് കൊണ്ട് ലൈഫിൽ വലിയ രീതിയിലൊരു സെപ്പറേഷൻസോ നോ കോണ്ടാക്ട് സിറ്റുവേഷൻസോ ഡിവോഴ്സോ അങ്ങനെ എന്തോ വന്നിട്ടുണ്ടായിരുന്നു. അത് വളരെ അവരെ ഹേർട്ട് ചെയ്തിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അവരുടെ എനർജി മാറിയിട്ടുണ്ട്. ആ ഒരു ട്രോമയിൽ നിന്നൊക്കെ അവർ കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ അവർ നല്ല രീതിയിൽ, അല്ലെങ്കിൽ അവരുടെ കാർമിക് പാർട്ണറുമായിട്ട് ഒരു സെപ്പറേഷൻസ് നടന്നിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ അവർ ഇമോഷണലി ഒക്കെ വളരെ വിഡ്രോൺ ആയിട്ടുണ്ട്. ഇപ്പോൾ ഹാപ്പി മൊമെൻറ്റിലേക്ക് വന്നിട്ടുണ്ട്. പോസിറ്റീവായിട്ടുള്ള ഹാപ്പി ചേഞ്ചസ്, റീയൂണിയൻ, റീകൺസിലേഷൻ, ചൈൽഡ് ബർത്ത്, കുട്ടി ഉണ്ടാവുന്നത്, സെലിബ്രേഷൻസ് മോഡിലേക്ക് വരുന്നു. ഹാപ്പി സമയമാണ്. ഇപ്പോൾ അബൻഡൻസ് വരുന്നുണ്ടായിരിക്കും. എല്ലാ രീതിയിലുള്ള ഹാപ്പിനെസ് ആ ലൈഫിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ കറൻറ്റ് ഫീലിങ്സ് പറയുകയാണെങ്കിൽ അത് വളരെ ഹാപ്പി ആണ്. സോളാർ പ്ലെക്സസ് ചക്ര നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഫിനാൻഷ്യൽ അബൻഡൻസ് നന്നായിട്ട് വരുന്നുണ്ട്. ഇമോഷൻസും ഒക്കെ അവർ കൺട്രോൾ ചെയ്യാൻ പഠിച്ചു. കാരണം 3 കപ്സ് ഉണ്ട്, 3 കപ്സ് നഷ്ടപ്പെട്ടിട്ടുള്ള 2 കപ്സ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ അവർ 2 കപ്സിനെ നോക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ബാക്കി ഉള്ളതിൽ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ പേജ് ഓഫ് വാൻസ് ആണ് വന്നിട്ടുള്ളത്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് അവർ. നിങ്ങൾക്ക് കുറേ കമ്മ്യൂണിക്കേഷൻസും നല്ല രീതിയിൽ ഓപ്പൺ കമ്മ്യൂണിക്കേഷൻസ് പ്രതീക്ഷിക്കാം. നോ കോൺടാക്ട് സിറ്റുവേഷൻസ് ആണെങ്കിൽ കോൺടാക്റ്റ് വരുന്നുണ്ട്. അതാണ് ഈ ഒരു കാർഡിൽ കാണിച്ചിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ പേഴ്സണൽ കറൻറ്റ് ഫീലിങ്സ് ആണ്. അവർ വളരെ ഹാപ്പി മൊമെൻറ്റിലാണ് ഇപ്പോൾ. അവരുടെ ലൈഫിലുള്ള കുറേ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു അറുതി വന്നിട്ടുണ്ട്. അതാണ് കാണിക്കുന്നത്. കപ്പും വാൻസും പിന്നെ സോളാർ പ്ലെക്സസ് ചക്ര, ഐ മീൻ സണ്ണാണ്. സണ്ണ് പറഞ്ഞാൽ കുറച്ച് ഈഗോസ്റ്റിക്കാണ്. അവർക്ക് പെട്ടെന്ന് വന്ന് നിങ്ങളോടത് പറയാനുള്ളൊരു ഈഗോ ഉണ്ട്, ഈഗോടത്ത് കൂടി സംഭവിക്കാനുണ്ട്. സണ്ണ് വരുമ്പോൾ കുറച്ച് ഈഗോ ഉണ്ടെന്ന് പറയാം. കാരണം എല്ലാ രീതിയിലുള്ള കാര്യങ്ങൾ അവരുടെ കയ്യിലുണ്ടല്ലോ. അപ്പോൾ കുറച്ച് ഈഗോ ഉണ്ട്. ആ ഈഗോ ഇഷ്യൂസ് ഒന്ന് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വരുമെന്നാണ് പൈൽ 1ൻ്റെ റീഡിങ്സ് പറയുന്നത്. ഓക്കെ, സോ താങ്ക് യു. ഇനി നമുക്ക് പൈൽ 2ൻ്റെ റീഡിങ് നോക്കാം. എന്താണ്? ഗ്രീൻ ക്ലിപ്പാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ പൈൽ 2ൻ്റെ പേഴ്സൺ നിങ്ങളോട് എന്താണ് പറയാനുള്ളത്, അല്ലെങ്കിൽ അവർ കറൻറ്റ് ഫീലിങ്സ് ആണ് നോക്കുന്നത്. ഏഞ്ചൽസ് ആൻഡ് സിസ്റ്റേഴ്സ് പ്ലീസ് ഗൈഡ് മീ. എന്താണ് കറക്റ്റായിട്ടുള്ള ചാനലിലേക്ക്? ഓക്കെ, എന്താണ് പൈൽ 2ൻ്റെ പേഴ്സണ് എൻ്റെ കറൻറ്റ് ഫീലിങ്സ് എന്താണ്? ഓക്കെ, 9 ഓഫ് കപ്സ് ആണ്. ഓക്കെ, അവരും നല്ല രീതിയിൽ ലൈഫിൽ സെലിബ്രേഷൻസും അല്ലെങ്കിൽ വീക്കെൻഡ്സൊക്കെ എൻജോയ് ചെയ്യുക. ഡ്രിങ്ക്സ്, പാർട്ടീസൊക്കെ വരെ എപ്പോഴും ഓഫീസിൽ എന്തെങ്കിലും ഒരു ഹാപ്പിനെസ്സോ അല്ലെങ്കിൽ പ്രൊമോഷൻസ് കിട്ടിയിട്ടോ. കപ്പാകുമ്പോൾ ഇമോഷണൽ ഹാപ്പിനെസ്, ഇമോഷണലി അവർ നല്ല രീതിയിലുള്ള ഹാപ്പിനെസ് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ നൈറ്റ് ഓഫ് വാൻസ് ആണ് കാണിച്ചിട്ടുള്ളത്. പിന്നെ ഒരു കാർഡും കൂടി നമുക്ക് എടുക്കാം. 7 ഓഫ് കപ്സ് ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ സെക്കൻഡ് പൈലത്തെ പാർട്ട്ണറുടെ ഫീലിങ്സ് പറയുകയാണെങ്കിൽ
അവരിപ്പോഴും അവരുടെ ആ ഒരു 7 ഓഫ് കപ്സിലാണ്, ഇപ്പോഴും അതിൽ നിന്ന് കടന്നു വന്നിട്ടില്ല. അവർ അവരുടെ 3D ലൈഫ് മാക്സിമം എൻജോയ് ചെയ്ത് പോകാനാണ് ആഗ്രഹിക്കുന്നത്. അതാണ് അവർക്ക് ഭയങ്കര ഹാപ്പിനെസ് കൊടുക്കുന്നതെന്ന് അവർ ചിന്തിക്കുന്നത്. നൈറ്റ് ഓഫ് വാൻസ് ആണ്. നൈറ്റ് മീൻസ് കുറച്ചുകൂടി മെച്ചുവേർഡ് ആവാനുണ്ട്, അല്ലെങ്കിൽ മെച്ചുവേർഡായിട്ട് പ്രാക്ടിക്കൽ മൈൻഡോട് തീരുമാനം എടുക്കുന്ന പേഴ്സണാണ്. വാൻസ് ആയതുകൊണ്ട് അഡ്വെഞ്ചേഴ്സ്, അതുപോലെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ കുതിരേനായിട്ട് സ്പീഡിൽ വന്ന് നിർത്തുകയാണ്, സ്ലോ ഡൗൺ ചെയ്യണം. അപ്പോൾ മെല്ലെ സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് പോലെയാണ് ഈ പേഴ്സൺ വരിക. മെല്ലെ എടുത്ത് ചാടി ഒന്ന് തീരുമാനങ്ങൾ എടുക്കില്ല, മെല്ലെ നോക്കി ഓക്കെ ആയിട്ട് മാത്രമാണ് നിങ്ങൾക്കൊരു ഇത് വരുള്ളൂ. ഇപ്പോൾ കറണ്ട് ഫീലിങ്സ് ആയതുകൊണ്ടും അവർക്ക് ഭയങ്കര 7 ഓഫ് കപ്സ് ആണ്, വളരെ രീതിയിൽ ഒരു മായാലോകത്ത് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതിൽ ഹാപ്പിനെസ് കണ്ടുപിടിച്ച് അതാണ് അവർക്ക് ഹാപ്പിനെസ് ആയിട്ട് തോന്നുന്നത്. 9 ഓഫ് കപ്സിൻ്റെ ഒരു കപ്സിൻ്റെ കുറവ് ഇതിൽ കാണിക്കുന്നുള്ളൂ. അപ്പോൾ 9 കപ്സിൽ ഒരു ഹാപ്പിയാണ്. സെക്ഷൽ ആയിട്ടുള്ള അട്രാക്ഷൻസും ഇൻഫാക്ച്വേഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങളോട് തോന്നുന്നുണ്ടെങ്കിൽ പോലും അവരുടെ ലൈഫ് ഒന്ന് സെക്യൂർഡ് ആക്കിയതിന് ശേഷം മാത്രമാണ് നിങ്ങളുടെ അടുത്തേക്ക് വരുള്ളൂ. സോ അവരുടെ കറണ്ട് ഫീലിങ്സ് പറയുകയാണെങ്കിൽ അവരും അവരുടെ രീതിയിൽ 3Dയിൽ അവർ ഹാപ്പി ആയിട്ട് നിൽക്കുകയാണ് കാണിക്കുന്നത്. ഇപ്പോഴും അവർക്ക് അതിൽ നിന്ന് പെട്ടെന്ന് വരാനുള്ള ഒരു ഇതില്ല. കാരണം 7 ഓഫ് കപ്സ് കുറേ പേരൊക്കെ ഇപ്പോൾ തേർഡ് പാർട്ടിയിലേക്ക് പോയ സിറ്റുവേഷൻസാണ് കാണുന്നത്. അപ്പോൾ അവിടെ കിട്ടിയ സ്വർണവും ആ ഒരു കൊട്ടാരത്തിൻ്റെ ആ ഒരു വെൽത്തി ആയിട്ടുള്ള ലൈഫ്, തേർഡ് പാർട്ടി ഭയങ്കര വെൽത്തി ആയിരിക്കാം. അപ്പോൾ അവരത് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതിൽ ഹാപ്പിനെസ് അവർ കണ്ടെത്തുകയാണ്, അല്ലെങ്കിൽ അതാണ് ഹാപ്പിനെസ് എന്നാണ് കരുതുന്നത്. ചില സമയത്ത് നിങ്ങളുടെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നുണ്ടെങ്കിൽ പോലും അവരിപ്പോഴും അതിൽ നിന്ന് വലിയ രീതിയിൽ വിട്ടുമാറി വരാനുള്ള ഒരു ചാൻസസ് കാണിക്കുന്നില്ല, ലാഗാണ് കാണിക്കുന്നത്. മെച്ചുവേർഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷെ 9, 1, 7 ഇതൊക്കെയാണ് കാണിക്കുന്നത്. ബോട്ടം നോക്കട്ടെ. ഓക്കെ, ബോട്ടം നിങ്ങൾ 5 ഓഫ് സോഡ്സ് ആണ്. നിങ്ങൾ തമ്മിൽ വളരെ രീതിയിൽ ഫൈറ്റൊക്കെ ചെയ്ത് ഇനി ഒരിക്കലും വരില്ല എന്ന് പറഞ്ഞു പോയ പേഴ്സൺ ആയിരിക്കും. സോ അവർ മാക്സിമം തേർഡ് പാർട്ടിയിൽ അവർ അഭയം പ്രാപിക്കുകയാണെങ്കിൽ അതിൽ ഹാപ്പി ആവാൻ നോക്കുകയാണ്. കാരണം യുദ്ധക്കളത്തിൽ നിന്ന് നിൽക്കുന്ന പേഴ്സൺ ആയിരുന്നു, അതിൽ നിന്നാണ് അവർ ഇങ്ങനെ ഒരു സാറ്റിസ്ഫിക്കേഷനിലേക്ക് എത്തിയത്. അപ്പോൾ അതാണ് വളരെ വലിയ ഹാപ്പിനെസ് എന്നാണ് അവർ ഫീൽ ചെയ്യുന്നത്. സോ 5 ഓഫ് സോഡ്സ് ആണ് ബോട്ടം കാണിക്കുന്നത്. സോഡ്സ് ആകുമ്പോൾ തിങ്ക് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അവരുടെ ഒരു ക്യാരക്ടർ നിങ്ങളെങ്ങനെയും തല്ലി തോൽപ്പിക്കാനുള്ള ക്യാരക്ടറാണ്. സോ അതാണ് ഇതിൽ കാണിക്കുന്നത്. സോ പൈൽ 2 എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, സോ പൈൽ 1, പൈൽ 2 വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതാണെങ്കിൽ പൈൽസ് സെലക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ പേഴ്സണൽ കറൻറ്റ് ഫീലിങ്സ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ പൈൽ 2 ആണെങ്കിൽ സോഡിയക് സൈൻസ് പറയുകയാണെങ്കിൽ കപ്സ് ആണ്. സോ വാട്ടർ സൈൻസ് ആയിരിക്കും, ക്യാൻസർ, സ്കോർപിയോ, പൈസസ് ആയിരിക്കും കൂടുതലും കാണുന്നുണ്ടായിരിക്കാം. പൈൽ 1 സോളാർ പ്ലെക്സസ് ചക്ര, ദാറ്റ് മീൻസ് സൺ ലിയോ സൈൻസ് ഒക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ 5 ഓഫ് കപ്സും റിവേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു ലിയോ എന്താ പറയുക, ഫയർ സയൻസും ഉണ്ട് പൈൽ 1, അതുപോലെ തന്നെ വാട്ടർ സയൻസും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ ഒക്കെ കറൻറ്റ് ഫീലിങ്സ് ആൻഡ് തോട്ട്സ്. പൈൽ 1, പൈൽ 2 ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടം ഏതാണോ വെച്ചാൽ അതിൽ സെലക്ട് ചെയ്യാം. സോ ഇതാണ് കാണിക്കുന്ന ഒരു റീഡിങ് കേട്ടോ. സോ ഇനി അധികം കുറേ സംസാരിച്ച് നിങ്ങൾ ബോറടിപ്പിക്കുന്നില്ല. സോ ദാറ്റ്സ് എ റീഡിങ്. സോ താങ്ക് യു. റീഡിങ്സ് വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം, നമ്പർ താഴെ കൊടുക്കുന്നതാണ്. ഓക്കെ, സോ താങ്ക് യു.